ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. കുറച്ച് തിരക്കും കുറച്ച് ഇതിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്കത് പറ്റാഞ്ഞത്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് ഇടുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് നെയിൽ ഗ്രോത്തിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നായിട്ട് എനിക്കറിയാവുന്ന 2-3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്നത് മാത്രമാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് അങ്ങനെ ടിപ്സ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ നെയില് തന്നെ വളർന്നു വരുന്നതാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്താലും 2 ദിവസത്തിനുള്ളിൽ അത് തന്നെ അങ്ങ് വളർന്നു വരും. അപ്പം നമ്മളിത് നെയിലിൻ്റെ ടിപ്സ് ചുമ്മാതെ ചെയ്തുകൊണ്ട് ചിലപ്പം കാര്യം ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ നഖം കടിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക. നമ്മൾ നഖം കടിക്കാതിരിക്കുക. വെറുതെ ആണെങ്കിൽ കൂടെ നമ്മൾ ചുമ്മാതിരിക്കുമ്പോഴാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കടിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ കടിക്കാതിരിക്കുക. അങ്ങനെ കടിച്ചാലേ നഖം വളരില്ല എന്നല്ല, നമ്മുടെ നഖത്തിന് ഒരു ഭംഗിയും കിട്ടത്തില്ല, അത് വളരത്തുമില്ല. ചുമ്മാതെ പോലും നമ്മുടെ നഖത്തേൽ വെറുതെ ആണെങ്കിൽ കൂടെ ഇങ്ങനെയൊന്നും കടിക്കാൻ പാടില്ല. അതാണ് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കുക. കൈയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം നമ്മുടെ കയ്യിൽ സോപ്പ് ഓയിൽ എന്തെങ്കിലും എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹാൻഡ് വാഷോ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കൈ കഴുകുന്ന സമയത്ത് നമ്മളെപ്പോഴും, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ സോപ്പുള്ള സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സോപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നമ്മുടെ കയ്യിലിപ്പോൾ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നവരാണ്, എന്തായാലും കുറച്ച് ചെളിയും കാര്യങ്ങളും ഒക്കെ കയറുന്നവരായിരിക്കും. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ വാഷ് ചെയ്യുന്ന ടൈമിങ്ങിൽ നമ്മൾ കൈ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ നെയിലിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിനകത്തുള്ള ചെളികളും കാര്യങ്ങളും ഒക്കെ പോകും. ക്ലീൻ ചെയ്യണം. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം കയ്യിൽ ചിലപ്പം കുഴിനഖം ഉള്ളവരുണ്ടായിരിക്കും. കുഴിനഖം അല്ലെങ്കിൽ കൈക്ക് കേടുള്ളവരോ, കൈക്കല്ല മീൻസ് വിരലിന് കേടുള്ളവരോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മൈലാഞ്ചി അരച്ച് നമ്മൾ ഇടുക, അല്ലെങ്കിൽ നെയിൽ പോളിഷ് അടിച്ചാൽ ചിലപ്പം ചിലർക്ക് മാറുന്നുണ്ട്. പലരുടെയും പല രീതിക്ക് അനുസരിച്ചാണ്. നമ്മൾ കൂടുതലും മൈലാഞ്ചി അരച്ചിടുവാണെങ്കിൽ കുറച്ചുകൂടെ. അപ്പം അങ്ങനെ നിങ്ങളുടെ നെയിലിന് എന്തെങ്കിലും കേടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം അത് മാറ്റിയെടുക്കാനായിട്ടാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം അത് മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ടിപ്സിലേക്ക് പോകേണ്ടതെന്ന് ഞാൻ മെയിനായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ നെയിലൊക്കെ നന്നായി കഴുകി മൈലാഞ്ചിയോ കുഴിനഖം കാലിനാണ്, കൈക്ക് എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ കൈയൊക്കെ ഇപ്പം നമ്മുടെ കൈയുടെ സൈഡിൽ, അതായത് ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ നമ്മൾ നഖം വളർത്തുന്നവരാണെങ്കിൽ ഈ നഖത്തിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്കിങ്ങനെ ഈ നഖം കയറി ഈവൻ കാലിൻ്റെ ആണെങ്കിൽ കൂടെ ഈ നഖം നമ്മുടെ ഈ സൈഡിലേക്ക് ഇങ്ങനെ കയറി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദന ആയിരിക്കും അല്ലേ. അങ്ങനെ അത് പഴുത്ത് നിൽക്കുമോ അങ്ങനെയൊക്കെയാണ്. അത് അതിനകത്തേക്ക് നമുക്ക് നഖം കയറി പോകുമ്പോഴുണ്ടാകുന്ന വേദനയാണ്. അപ്പം അത് സൈഡിൽ നിന്ന് നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ചോ നെയിൽ കട്ടർ ഉപയോഗിച്ചോ അങ്ങനെ കിട്ടുമോയെന്ന് അറിയില്ല, അതിട്ടിട്ട് നമ്മളത് കട്ട് ചെയ്ത് എപ്പോഴും അതിന് നമ്മൾ നെയിൽ വളർത്തുന്ന സമയത്ത് ആ സൈഡ് രണ്ടും എപ്പോഴും കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ സൈഡിലേക്ക് ഇങ്ങനെ വേദന ഉണ്ടാവും. അതുപോലെ തന്നെ കൈക്ക് ഇങ്ങനെ അപ്പം മൈലാഞ്ചി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നെയിൽ നല്ല നീറ്റാണ്, കടിക്കാതിരിക്കുക, മസ്റ്റായിട്ട് കടിക്കാതിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നെയിലിനെ ആദ്യം ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഇപ്പം നഖം വളർത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് എനിക്കിപ്പം ഈ വിരലിൽ നെയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു 3 ദിവസം ആയതേ ഉള്ളൂ വെട്ടിയിട്ട്, ഇപ്പം ആയി വരുന്നു നഖം. അപ്പം നമ്മൾ ഈ നെയിലില്ലാത്തവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്കുള്ള ടൂൾസ്, ഇപ്പം നെയിൽ കട്ടർ ആണെങ്കിൽ നെയിൽ കട്ടർ അതിനകത്ത് നമ്മൾ ക്ലീൻ ചെയ്ത്, നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിനകമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കണം. ഇതുപോലെ എൻ്റെ കയ്യിലുള്ള ഒരു ഇതാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് നെയിൽ ഷേപ്പ് ചെയ്യാനും ഒക്കെ പറ്റും. ഞാനിപ്പം ഈ തള്ളവിരലിൻ്റെ കാണിക്കാം.
ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഈ സാധനം ഉപയോഗിച്ചപ്പം ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇടയിലേക്ക് കയറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സൈഡൊക്കെ ഒന്ന് വെട്ടി, കാരണം അതിൻ്റെ ഇടയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സൈഡ് വെട്ടിക്കളയുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നെയിൽ കട്ടറോ ബ്ലേഡോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം എക്സാമ്പിൾ ഞാൻ ഇപ്പം ഇതിൽ ഇത്രയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കാൻ പോലും ഇല്ലാത്തവരുണ്ടായിരിക്കാം, ഒരിച്ചിരെങ്കിലും വെട്ടിക്കൊടുക്കാനുള്ളവരുണ്ടായിരിക്കാം ഇതിൻ്റെ നെയില്. അപ്പം ഇത് ക്ലീൻ ചെയ്തിട്ട്, ഇപ്പം ഇത്രയും നഖം ഉള്ളവർക്കാണെങ്കിലും ചെറുതായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ബ്ലേഡും കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊന്ന് ഇതുപോലൊന്ന്, ഷേപ്പല്ല, നഖമില്ലാത്തവർ ഷേപ്പ് ആക്കണമെന്നല്ല പറയുന്നത്. ഇതിൻ്റെ നമ്മൾ ബ്ലേഡും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വളർന്ന് വരുന്നതിനെ മൊത്തം വെട്ടിക്കളയാനും പറയുന്നില്ല. അതിൻ്റെ അറ്റം ഒന്ന് ഇച്ചിരി ഒന്ന് കളഞ്ഞു കൊടുക്കുക, അതാണ് ഉദ്ദേശിച്ചത്. അതിനുശേഷം ഇത് ഇപ്പം നഖം ഇല്ലാത്തവരുടെ കാര്യമാണ്, ജസ്റ്റ് ഒന്ന് വരച്ച് ഷാർപ്പാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഈ പരിപാടികളൊക്കെ ഒന്ന് ക്ലീൻ ആക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഈ റൊട്ടീൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഒരു സവോള നമ്മൾ വീട്ടിൽ അരിയാനായിട്ട് സവോള എടുക്കുമ്പോൾ അത് നമ്മൾ സെൻറ്ററിൽ നിന്ന് കട്ടാക്കുമല്ലോ, അത് ഞാനിപ്പം വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ ആ സെൻറ്ററിൽ നിന്ന് ഒരു കുഞ്ഞിതാ ഇതുപോലത്തെ ഒരു സാധനം കിട്ടും അതിൻ്റെ സെൻറ്ററിൽ. ഓക്കെ, അത് കിളുത്ത് വരുന്നതിന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തരാം. നന്നായിട്ട് നമ്മുടെ നെയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇനിയിപ്പം ഈ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇതുപോലിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക കേട്ടോ. ഇതിന് പകരം നാരങ്ങ എടുക്കാമെങ്കിൽ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ എടുക്കാം, അതും നല്ലതാണ്. അതിനുശേഷം വെളുത്തുള്ളി ഇതുപോലെ ഇങ്ങനെ കുത്തി കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കും. നഖമുള്ളവർ കുത്താം, നഖമില്ലാത്തവർക്ക് അതിലേക്ക് വെച്ച് കൊടുക്കും.
നഖം ഇല്ലാത്തവര് ഇതിനെ ഒന്നിങ്ങനെ പൊളന്നെടുത്തിട്ട് ഇതിൻ്റെ ഈ നീരുണ്ടല്ലോ, നീരിലേക്ക് ഇങ്ങനെ അമർത്തി പിടിച്ചെടുക്കുക. കാലിനാണേലും ഇതുപോലെ ചെയ്യുക. എപ്പോഴാണേലും നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് നെയിലിനെ നമ്മളൊന്ന് പരിപാലിച്ചതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്തിട്ട് ഗുണമുള്ളൂ. ചുമ്മാ നമ്മൾ നഖമൊക്കെ കടിക്കുന്നവരാണെങ്കിൽ നഖം കടിച്ചിട്ട് ഈ വെളുത്തുള്ളിയും തേച്ചിട്ട് കാര്യമില്ല. നഖവും കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയും പോവും, നമ്മുടെ കൈ കാണാനും വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ, ഡെയിലി ഒന്ന് ചെയ്ത് നോക്കൂ. ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അല്ലെ 2 ദിവസം കൂടുമ്പോൾ ചെയ്യുന്ന ആണെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വിരലുകൾ തണുത്ത വെള്ളത്തിൽ, നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം. ഒനിയൻ്റെ സെൻട്രൽ പോർഷൻ എടുക്കുന്നതിന് പകരം നാരങ്ങ എടുക്കുന്നവരാണെങ്കിൽ അതും ബെറ്റർ ആണ് കേട്ടോ. പക്ഷേ ഈ ഗാർലിക് മസ്റ്റാണ്, നമ്മുടെ വെളുത്തുള്ളി അത് മസ്റ്റാണ്. അപ്പം ഇത് എല്ലാവരും ചെയ്ത് നോക്കൂ. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്ക് സത്യം പറഞ്ഞ ഇത് ഇങ്ങനെ നമ്മൾ ഈ ടിപ്സിന് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം നമുക്ക് നഖം വരുന്നുണ്ട്, ഓൾറെഡി നമ്മൾ വെട്ടിക്കഴിഞ്ഞ ഉടനെ വരുന്നുണ്ട്. ഞാൻ 2-3 പേരോട് പറഞ്ഞിട്ട് അവർ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇത് ചെയ്തിട്ട് നോക്കുക. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക, ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് നഖം കെയർ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്തിട്ട് പ്രയോജനമുള്ളൂ. നഖം കടിക്കുന്നവരും നഖത്തിന് എന്തെങ്കിലും കുഴിനഖം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് മാറ്റിയിട്ട് ഇതുമൊക്കെ ഡെയിലി റൊട്ടീനായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കൂ, നല്ല മാറ്റം ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, നമുക്ക് കമൻസ് വന്നിടുന്നവരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഇടാൻ കുറച്ച് ലേറ്റ് ആയാലും അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ അതിലും വന്ന് കമൻസ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമുണ്ട്. അപ്പം നമ്മളെ അറിയാത്തവരാണ് നമ്മളെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും വരുന്ന വീഡിയോസിലാണേലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.